Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫോർത്ത് ചാപ്റ്റർ ആണ് കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങോട്ടും ഒരു പ്രൈസിങ്, അതായത് അതിനൊരു വില നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഗിവ് ഇൻ റിട്ടേൺ ഫോർ പ്രോമിസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കുക. ഇതിൽ Contract Act define consideration as when, at the desire of the promisor, the promisee or any other person has done or abstained from doing, or does or abstains from doing, or promises to do or to abstain from doing something. Such act or abstinence or promise is called a consideration for the promiser. അതായത് നിങ്ങൾക്കൊരു ഡെഫിനേഷൻ കേൾക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരാം. അതിലൊരു 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രവൃത്തി, ആൻ ആക്ട്, ഡൂയിങ് സംതിങ്, ആൻഡ് ആബ്സ്റ്റിനൻസ്, ഏതെങ്കിലും ചെയ്യേണ്ട പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയും കൺസിഡറേഷനാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതും കൺസിഡറേഷനാണ്. സച്ച് ആക്ട് ഓർ ആബ്സ്റ്റിനൻസ് മേ ബി ഡൺ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ ഓർ മേ ബി ഡൺ ബൈ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പകരമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യേണ്ടതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, രണ്ടും കൺസിഡറേഷൻ തന്നെയാണ്. അത് ആരുടെയൊക്കെ ഡിസയറിനനുസരിച്ചാണ്, അത് പ്രോമിസറുടെയോ പ്രോമിസിയുടെയോ ഡിസയറിനോ അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ വേറൊരാളുടെ താല്പര്യത്തിനോ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിനെ തന്നെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. A agrees to sell his scooter to B for rupees 15,000. In this case, the promise of B to pay a sum of rupees 15,000 is the consideration for the promise of A to sell the scooter. എയുടെ കയ്യിൽ ഒരു സ്കൂട്ടർ ഉണ്ട്, അത് ബിക്ക് 15,000 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബി അത് 15,000 രൂപ തന്ന് വാങ്ങുകയാണെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നു. അപ്പോൾ ഈ സ്കൂട്ടർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ആയിട്ടാണ് 15,000 ഇങ്ങോട്ട് കിട്ടുന്നതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രോമിസ് ഓഫ് എ ടു സെൽ സ്കൂട്ടർ ഈസ് ദ കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ് ഓഫ് ബി ടു പേ റുപ്പീസ് സം 15,000. അപ്പോൾ ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ കൊടുക്കുന്നത്, എ കൊടുക്കാന്ന് പറഞ്ഞത് എന്താ സ്കൂട്ടറും, ബി കൊടുക്കാന്ന് പറഞ്ഞത് അതിൻ്റെ 15,000 രൂപയാണ്. ഓക്കെ, ഇതാണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ് കൺസിഡറേഷൻ എന്ന് പഠിക്കുക. ഒപ്പം അതിൻ്റെ റൂൾസ്, ഒരു വാലിഡ് കൺസിഡറേഷൻ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. എങ്ങനെയായിരിക്കണം കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത്? പ്രോമിസറുടെ ഡിസയർ എന്താണോ അതിനനുസരിച്ചാണ് കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്നും പറയുന്നുണ്ട്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആരുടെ ഭാഗത്തുനിന്നും വരാമെന്നാണ് പറയുന്നത്? പ്രോമിസിയുടെ ഭാഗത്തുനിന്നും, നമുക്ക് പ്രോമിസിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ നിന്നോ കൺസിഡറേഷൻ മൂവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യേണ്ടത് പ്രോമിസറുടെ കയ്യിൽ നിന്നാണ്. രണ്ടാമത്തേൽ പറയുന്നത് പ്രോമിസിക്കോ ഒരു തേർഡ് പേഴ്സണോ കൺസിഡറേഷൻ മൂവ് ചെയ്യാം. ഇനി മൂന്നാമത്തേൽ പറയുന്ന കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ആ കൺസിഡറേഷൻ എങ്ങനെയൊക്കെ ആവാം? അത് പാസ്റ്റ് ആവാം, പ്രസൻറ്റ് ആവാം, ഫ്യൂച്ചർ ആവാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് ഈ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ? ഇഫ് ദ പ്രോമിസർ ഹാഡ് റിസീവ്ഡ് ദ കൺസിഡറേഷൻ ബിഫോർ ദ ഡേറ്റ് ഓഫ് ദ പ്രോമിസ്. പ്രോമിസ് ചെയ്യുമ്പോൾ ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കും, ആ ഡേറ്റിന് മുന്നേ തന്നെ അത് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോമിസർ റിസീവ് ചെയ്യുന്ന കൺസിഡറേഷനും അവരുടെ പ്രോമിസിൻ്റെ ഡേറ്റും ഒരേ സമയത്തായിട്ട് മാറുക. കാരണം നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഇന്ന ഡേറ്റിന് പറയുമ്പോൾ ആ ഡേറ്റിന് തന്നെ അത് കൊടുക്കുമ്പോൾ എന്താണ്, അത് ഒരേ സമയത്താണ് ആ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത്. അതിനെയാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. അത് പിന്നെ നമുക്ക് പേര് തന്നെ അറിയാൻ പറ്റും, ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും അത് പെർഫോം ചെയ്യുന്നത്. കാരണം ഇത്ര രൂപയ്ക്ക് ഞാൻ ഇന്ന സാധനങ്ങൾ വിൽക്കാം, അത് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഡേറ്റിനെ പറയുമ്പോൾ ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്കാണെങ്കിൽ അതിനെ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നുണ്ട്.
നാലാമത്തെ പോയിന്റിൽ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡക്വേറ്റ്. ഇനി നമ്മൾ പകരം കൊടുക്കുന്നത് എന്തും ചിലപ്പോൾ അതിന് മതിയായ അളവിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. നീഡ് നോട്ട് ബി ആഡക്വേറ്റ്. കാരണം 1,00,000 രൂപ വില വരുന്ന ഒരു ഓർണമെന്റ്സ് നമ്മൾ കൊടുക്കുന്നു. പക്ഷെ അതിന് പകരമായി നമുക്കൊരു 50,000 കിട്ടിയുള്ളൂ എങ്കിലും അതെന്താണ്, മേ ബി അതൊരിക്കലും അതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിന് അതേ കാര്യത്തിൽ കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം 28,000 രൂപ വാല്യൂ ഉള്ള ഒരു സ്കൂട്ടർ നമ്മൾ 15,000 രൂപയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ കൺസിഡറേഷൻ എന്താണ്, ഇൻഅഡക്വേറ്റാണ്. കാരണം 28,000 രൂപ വാല്യൂ ഉള്ള സാധനം 15ന് കൊടുക്കുന്നു. പക്ഷെ അതൊരിക്കലും ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എപ്പോഴും നോക്കുന്ന കാര്യം, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി. നമ്മൾ എന്തൊരു കൺസിഡറേഷൻ കൊടുക്കുമ്പോഴും അതെങ്ങനെ ഇരിക്കണം, റിയൽ ആയിരിക്കുക. അല്ലാണ്ട് ഒരിക്കലും ഇല്ലാത്ത, നടക്കാത്ത, അല്ലെങ്കിൽ ഫിസിക്കലി പറ്റാത്ത, അല്ലെങ്കിൽ നിയമം അനുശാസിക്കാത്ത, ഒരു ക്ലാരിറ്റിയും ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കൺസിഡറേഷനായിട്ട് പറയരുത്. നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ പറയില്ലേ, അമ്പിളി മാമനെ പിടിച്ചു തരാം. അതെന്താണ്, അത് ഇമ്പോസിബിൾ ആണത് അല്ലേ. അപ്പോൾ കൺസിഡറേഷൻ ഒരിക്കലും നമ്മൾ എന്ത് കൊടുക്കരുത്, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളോ ഇല്ലീഗലായതോ അൺസർട്ടൺ ആയതോ ഒന്നും കൊടുക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ നിയമപ്രകാരമുള്ള കൺസിഡറേഷൻ ആയിരിക്കണം. ഒരിക്കലും നിയമത്താൽ വിലക്കപ്പെട്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ അവരുടെ സ്വത്തിനോ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ അപകടം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. അല്ലെങ്കിൽ ധർമ്മത്തിന് നിരക്കാത്തതായിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കരുത്. പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഇതെല്ലാം കൺസിഡറേഷൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. എന്താണ് പറഞ്ഞിരിക്കുന്നത്, എ പ്രോമിസ് ടു ഡു വാട്ട് വൺ ഈസ് ഓൾറെഡി ബൗണ്ട് ടു ഡു. എന്താണോ നമ്മൾ പ്രോമിസ് കൊടുത്തത് അത് ആ ആൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഐദർ ബൈ ജനറൽ ലോ ഓർ അണ്ടർ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഈസ് നോട്ട് എ ഗുഡ് കൺസിഡറേഷൻ ഫോർ എ ന്യൂ പ്രോമിസ്. നിങ്ങൾക്ക് എക്സാമ്പിൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. എ പ്രോമിസ് ടു പേ മണി ടു എ പോലീസ് ഓഫീസർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു എ ക്രൈം. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് an agreement was invalid because the officer was already under duty to do so by law. കാരണം നമ്മളൊരു കുറ്റം അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസുകാരന് പൈസ കൊടുക്കുക എന്ന് പറയുമ്പോൾ തെറ്റാണ്. കാരണം നിയമം അനുശാസിക്കുന്ന പ്രകാരം ഒരിക്കലും അത് അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്, അല്ലാണ്ട് പൈസ വാങ്ങി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അതെപ്പോഴും ആ രീതിയിൽ വേണം നമ്മൾ കൺസിഡറേഷൻ കണക്കാക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട്. സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ആൻഡ് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ. പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ അതായത് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ടി ടു എ കോൺട്രാക്ട് കനോട്ട് ക്ലെയിം റൈറ്റ്. ഒരു അഗ്രിമെൻറ്റിൽ ഉൾപ്പെടാത്തൊരു വ്യക്തിക്ക്, മൂന്നാമത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ ദ കോൺട്രാക്ട് ഈസ് ഫോർ ഹിസ് ബെനിഫിറ്റ്. ചിലപ്പോൾ അയാളുടെ ബെനിഫിറ്റിനായിരിക്കും ഈ കോൺട്രാക്റ്റ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. ബട്ട് അവരതില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അതിൻ്റെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ അപരിചിതൻ എന്ന് പറയുന്നത്. സിമിലർലി വെൻ കൺസിഡറേഷൻ ഈസ് ഫേർണിഷ്ഡ് നോട്ട് ബൈ ദ പ്രോമിസി ബട്ട് എ തേർഡ് പേഴ്സൺ. ചിലപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പ്രോമിസ് കൊടുക്കുമ്പോൾ അത് ചെയ്ത് തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്ന ആൾ ആരായിക്കൊള്ളുന്നില്ല, അത് പ്രോമിസി ആയിക്കൊള്ളുന്നില്ല, ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും. അപ്പോൾ പ്രോമിസി അവിടെ ആരായി മാറുകയാണ്, സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ആയിട്ട് മാറുകയാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ ടേം പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈസ് എ ഡോക്ട്രിൻ വിച്ച് മീൻസ് സ്ട്രേഞ്ചർ ടു ദ കൺസിഡറേഷൻ ഓർ കൺസിഡറേഷൻ ഗിവൺ ബൈ എനി അതർ പേഴ്സൺ ദാൻ ദ പ്രോമിസി. പ്രോമിസി അല്ലാത്ത, ആക്ച്വലി പ്രോമിസി ആണ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്, പക്ഷെ പ്രോമിസി അല്ലാത്തൊരു വ്യക്തിയാണ് അവിടെ ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നതെങ്കിൽ അത് എന്ത് പറയാം, പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്നവിടെ പറയാം. കാരണം എപ്പോഴും കൺസിഡറേഷനും ഫേർണിഷ് ചെയ്യേണ്ടത് ആരെന്നെയാണ്, പ്രോമിസി മാത്രമാണ്. ഇനി ഇഫ് ഇറ്റ് ഈസ് ഫേർണിഷ്ഡ് ബൈ എനി അതർ പേഴ്സൺ, ഇനി ആ പ്രോമിസി അല്ലാത്തൊരു വ്യക്തിയാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ പ്രോമിസി എന്തായി മാറണം, അവിടെ സ്ട്രേഞ്ചർ ടു ദ കൺസിഡറേഷൻ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ചില എക്സെപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, in a contract creating a trust, the beneficiary who is a stranger to the contract can enforce the trust. അതായത് നമ്മളൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണോ കിട്ടുന്നത് അയാൾ ശരിക്കും ആ കോൺട്രാക്റ്റിൽ ഒരു സ്ട്രേഞ്ചറാണ്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രസ്റ്റ് എൻഫോഴ്സ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്.
ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, എ അഗ്രീസ് ടു ട്രാൻസ്ഫർ സർട്ടൻ പ്രോപ്പർട്ടീസ് ടു സി ടു ബി ഹെൽഡ് ബൈ സി ഇൻ ട്രസ്റ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ബി. ഇനി എ അയാളുടെ കയ്യിലെ കുറച്ച് സാധനങ്ങൾ സിക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അയാളുടെ വിശ്വാസം എന്താ, ആ സി ബിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് ബിക്കാണെന്നുള്ളത്. പക്ഷേ ബി ക്യാൻ എൻഫോഴ്സ് ദ എഗ്രിമെൻറ്റ് ഈവൺ ദോ ഹി വാസ് നോട്ട് എ പാർട്ടി ടു ദ എഗ്രിമെൻറ്റ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ പിക്ചറിൽ എയും സിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ, ബിയുടെ ബെനിഫിറ്റിനാണ്. അങ്ങനെ ബി ഒരു സ്ട്രേഞ്ചറാണ് അതിന്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ, കാരണം ഒരു ട്രസ്റ്റിൻ്റെ മുകളിലല്ലേ നമ്മൾ ചെയ്യുന്നത്, ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുമ്പം അവിടെ ബിക്കും എന്ത് ചെയ്യാം, ഇത് എഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. ഈവൻ ദോ ഹി ഈസ് നോട്ട് എ പാർട്ടി ടു ദ എഗ്രിമെൻറ്റ്. അഗ്രിമെൻറ്റിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ പോലും ആ ബിക്കും അത് എൻഫോഴ്സ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. വേർ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ എ മാരേജ് സെറ്റിൽമെൻറ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു മാരേജ് സെറ്റിൽമെൻറ്റ് പ്രൊവിഷനാണ്. അതായത് ഒരു മാരേജുമായി ബന്ധപ്പെട്ട് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻ മെയ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ ഹി മേ സ്യൂ ഓൾദോ ഹി ഈസ് നോട്ട് എ പാർട്ടി ടു ദ എഗ്രിമെൻറ്റ്. അവർക്കും അത് എന്ത് ചെയ്യാം, സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആക്ച്വലി അവർ ആ ഒരു പാർട്ടി, ആ എഗ്രിമെൻ്റ് ഒരു പാർട്ടി അല്ല എങ്കിൽ പോലും ചെയ്യാം. അത് മാരേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ കാര്യത്തിൽ പറയുന്നത് ഫാമിലി അറേഞ്ച്മെൻറ്റ് ഫോർ മെയിൻ്റനൻസ് ഓർ മാരേജ് എക്സ്പെൻസ് ഓഫ് ഫീമെയിൽ മെമ്പേഴ്സ്. കുടുംബത്തിലെ സ്ത്രീകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വെച്ചാൽ അവിടെ ദ ഫിമെയിൽ മെമ്പർ ക്യാൻ എൻഫോഴ്സ് ദ പ്രോമിസ് ദോ ഷീ മേ ബി എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിൽ ആ സ്ത്രീ വരുന്നില്ലെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോമിസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ. എന്താണ് അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, where a promiser by his conduct acknowledges or otherwise constitute himself as an agent of a third party, a binding obligation is thereby incurred towards him and is stopped from denying his liability to third party. കാരണം പ്രോമിസർ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അയാളുടെ പ്രവൃത്തി കൊണ്ട് തോന്നുകയാണ് അയാൾ ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടിയുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നുകയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഒബ്ലിഗേഷൻസ് കൂടി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ടി റിസീവ് സം മണി ഫ്രം എ ടു ബി പെയ്ഡ് ഓവർ ടു എക്സ്. അതായത് എ എക്സിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ടിക്ക് കൊടുക്കുകയാണ്. ടി അഡ്മിറ്റ് ഓഫ് ദിസ് റെസീറ്റ് ടു എക്സ്. അത് വാങ്ങുകയും ചെയ്തു. എക്സ് ക്യാൻ റിക്കവർ ദ എമൗണ്ട് ഫ്രം ടി ഹു ഷാൽ ബി റിഗാർഡ് ആസ് ദ ഏജൻറ്റ് ഓഫ് എക്സ്. എക്സിന് എന്ത് ചെയ്യാം, ഈ എമൗണ്ട് ടിയിൽ നിന്ന് റിക്കവർ ചെയ്യാം. എന്തുകൊണ്ടാണ്, ഇവിടെ എക്സിനെ നമ്മൾ കണക്കാക്കുന്നത് ആ ടിയുടെ ഏജൻ്റ് ആയിട്ടാണെന്നാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ത്രൂ ആൻ ഏജൻറ്റ്. ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ സഹായത്തോടെ, ഒരു ഏജൻറ്റ് വഴിയാണെങ്കിൽ ദ പ്രിൻസിപ്പൽ ക്യാൻ എൻഫോഴ്സ് ദ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ ഹിസ് ഏജൻറ്റ്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, മെയിനായിട്ടൊരാൾ, അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. പ്രൊവൈഡഡ് ദ ഏജൻറ്റ് ആക്ട്സ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി ആൻഡ് ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പൽ. കാരണം പ്രിൻസിപ്പൾ ഇയാളെ ഏജൻ്റായിട്ട് വെക്കുകയും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ അതോറിറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏജൻറ്റിനും അവിടെ ചെയ്യാം, കൺസിഡറേഷൻ കൊടുക്കാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആൻ അസൈനി ക്യാൻ ഓൾസോ സീ ഓൺ ദിസ് അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെറി റൈറ്റ് ടു എൻഫോഴ്സ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരം ഈസ് വെസ്റ്റഡ് ഇൻ സം വൺ അതർ ദാൻ ഒറിജിനൽ ക്രെഡിറ്റർ വിതൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ ഒറിജിനൽ ഡെറ്റർ. ആരാണോ ഒറിജിനൽ ഡെറ്റർ അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ ഒറിജിനൽ ക്രെഡിറ്റർക്ക് അതിലുള്ള അധികാരം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, അസൈൻമെൻറ്റിൻ്റെ ബേസിസിൽ അസൈനിക്കും സ്യൂ ചെയ്യാമെന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് കോൺട്രാക്ട്സ് വിത്തൗട്ട് കൺസിഡറേഷൻ. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം, ഒരു കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരിക്കണം. എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നൾ ആൻഡ് വോയിഡ്. ഒരു പ്രോമിസ് ഉണ്ടാവുകയും എന്നാൽ അതിന് പകരമായിട്ട് ഒരു കൺസിഡറേഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് നൾ ആയിട്ട് കണക്കാക്കും, അത് നിൽ വോയിഡ് ആയിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ നേക്കഡ് പ്രോമിസ്, ന്യൂഡം പാക്റ്റം എന്നാണ് അതിനെ പറയുന്നതെന്നാണ് പറയുന്നത്. വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. ഓക്കെ, ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതൊരു വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന് കുറച്ച് എക്സെപ്ഷൻസ്, കുറച്ച് ഇളവുകൾ കൊടുക്കുന്നുണ്ട് ഈ നിയമത്തിന്. അത് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്
പ്രോമിസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നമുക്ക് ഒരു വ്യക്തിയോട് വളരെയധികം സ്നേഹമുള്ളത് കൊണ്ട് നമ്മളത് ഒരു പ്രോമിസ് കൊടുക്കുന്നു. ആൻഡ് ലവ് ആൻഡ് അഫെക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പം ഇവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും നമുക്ക് എന്താണ് അത് കോൺട്രാക്റ്റ് വാലിഡ് ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ്. അതെന്താണ്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. രജിസ്റ്റേർഡ് അണ്ടർ ലോ ഫോർ ദ ടൈം ബീങ് എൻഫോഴ്സ് ആൻഡ് എപ്പോഴാണോ ഇത് നിയമപ്രകാരം മുന്നോട്ട് വരുന്ന ആ സമയത്ത് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഇനി ഈ ഒരു കാര്യം ചെയ്യുന്നത് അവരുടെ സ്വമേധയായുള്ള താല്പര്യം കൊണ്ടാണ്. ബിറ്റ്വീൻ പാർട്ടീസ് സ്റ്റാൻഡിങ് ഇൻ എ നിയർ റിലേഷൻ ടു ഈച്ച് അതർ. ആ രണ്ട് വ്യക്തികളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളവരാവുക. അങ്ങനെയൊക്കെ വരുമ്പം ഈ ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിലും നമുക്ക് കോൺട്രാക്റ്റ് വാലിഡ് ആയിട്ട് തന്നെ പറയാം. കാരണം ബി, എ ഹസ്ബൻഡ് ആഫ്റ്റർ റെഫറിങ് ടു ക്വാറൽസ് ആൻഡ് ഡിസഗ്രിമെന്റ് ബിറ്റ്വീൻ ഹിം and his wife are promised in writing to pay his wife sum of money or her maintenance and separate residence. The agreement was also registered. It was held that the promise was not enforceable because it was not entered out of natural love and affection. അതായത് ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അവർ തമ്മിൽ ഭയങ്കര വഴക്കായി. അങ്ങനെ അവർ എന്താണ് കേസിന് പോയി ഡിവോഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ പ്രോമിസ് ചെയ്യുന്ന, ഹസ്ബൻഡ് പ്രോമിസ് ചെയ്യുന്നത് ആ വൈഫിന് ജീവിക്കാനുള്ള തുക അല്ലെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടി കൊടുത്തോളാം എന്ന് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തു. എഗ്രിമെൻറ്റ് രജിസ്റ്ററും ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ പ്രോമിസ് വാസ് നോട്ട് എൻഫോഴ്സബിൾ. ആ ഒരു പ്രോമിസ് എൻഫോഴ്സബിൾ അല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എൻറ്റേർഡ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അവിടെ ഒരിക്കലും എന്തില്ല, അവർ തമ്മിൽ പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ മുകളിലോ അഫെക്ഷൻ്റെ മുകളിലോ അല്ല ഈ ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ വോളണ്ടറി സർവീസ്. നമ്മൾ സ്വമേധയാ എന്തെങ്കിലും സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോമിസ് കോമ്പൻസേറ്റ് ചെയ്യുക. ഓക്കെ, വെൻ എ കോൺട്രാക്ട് റിലേറ്റ്സ് ടു എ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഹോളി ഓർ പാർട്ട് ഇൻ എ പേഴ്സൺ who had already voluntarily done something for the promiser or something which the promiser could be legally compelled to do എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്തു, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൺസിഡറേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ബി ഫൈൻസ് എ പേഴ്സ് ആൻഡ് ഗിവ് ഇറ്റ് ടു ഹിം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പേഴ്സ് കിട്ടി, അതിൻ്റെ ഓണറെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിന് ബദൽ ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞിട്ട് എ പ്രോമിസസ് ടു ഗിവ് ബി ₹500. ദിസ് വിൽ ബി എ കോൺട്രാക്ട് വാലിഡ് വിത്തൗട്ട് എനി ഫോർമൽ കൺസിഡറേഷൻ. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് എന്താ, ആദ്യമേ പറഞ്ഞു വെച്ചുണ്ടാക്കിയ ഒരു കോൺട്രാക്ട് അല്ലല്ലോ, അതായത് സിറ്റുവേഷൻ കൊണ്ട് അവിടെ ഉണ്ടാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഫോർമൽ കൺസിഡറേഷൻ ഒന്നും ഇല്ലെങ്കിലും ഈ കോൺട്രാക്ട് അവിടെ വാലിഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബാർഡ് ഡെറ്റ്. നമ്മളെപ്പോഴും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് അടച്ചു തീർക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഡെറ്ററെ സംബന്ധിച്ചോളം ഒരു പ്രോമിസാണ് എന്താണ്, പേ എ ലിറ്റിൽ ടൈം ബാർഡ് ഡെറ്റ് ഈസ് എൻഫോഴ്സിബിൾ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് മെയ്ഡ് in writing and is signed by the debtor or by his agent authorized in that behalf. അപ്പോൾ ഇവിടെ എ ഓസ് ബി ₹2000. എ ബിയുടെ കയ്യിൽ നിന്ന് 2000 വാങ്ങിയിട്ടുണ്ട്. ബട്ട് ദ ഡെറ്റ് ഈസ് ബാർഡ് ബൈ ദ ലിമിറ്റേഷൻ ആക്ട്. കാരണം എ സൈൻസ് എ റിട്ടൺ പ്രോമിസ് ടു പേ ബി ₹1000 ഓൺ അക്കൗണ്ട് ഓഫ് ഡെറ്റ്. ദിസ് വിൽ ബി എ വാലിഡ് കോൺട്രാക്ട്. അവർ സൈൻ ചെയ്തിരിക്കുന്ന 1000 രൂപയുടെ കേസ് മാത്രമാണ്. അപ്പോൾ അതാണ് വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഏജൻസി ആണ്. 185 പറയുന്നത് നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി സർവീസ്. ഒരു ഏജൻസി കോൺട്രാക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നമുക്കൊരു കൺസിഡറേഷൻ വേണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. കാരണം ആൻ ഏജൻസി വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ ഹാസ് ദ സെയിം ഇഫക്റ്റ്. ഏജൻസി സർവീസ് ആണ് അല്ലെങ്കിൽ ഏജൻസി ആണ് കോൺട്രാക്റ്റ് എങ്കിൽ അവിടെ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൺസിഡറേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെയിം ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പറയുന്നത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ആണ്. കംപ്ലീറ്റഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കൺസിഡറേഷനും ഉണ്ടായിക്കോളുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റെമിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നോ കൺസിഡറേഷൻ ഈസ് നെസറി ഫോർ കോംപ്രമൈസിങ് എ ഡ്യൂ ഡെറ്റ്. നിലവിലുള്ള ഒരു ഡെറ്റിനെ കോംപ്രമൈസ് ചെയ്യുമ്പം അതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 20,000 രൂപ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട്, പക്ഷേ അതൊരു സ്നേഹത്തിൻ്റെ പുറത്തായിട്ട് 15,000 തന്ന് സെറ്റിൽ ചെയ്യാം എന്ന് പറയുമ്പോൾ അതിനെയാണ് റെമിഷൻ. അവിടെ നോ കൺസിഡറേഷൻ ഈസ് നെസറി ഫോർ കോംപ്രമൈസിങ്. ഒരു ഡ്യൂ ഡെറ്റിനെ കോംപ്രമൈസ് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തോ ആവശ്യമില്ല, കൺസിഡറേഷൻ ആവശ്യമില്ല. ഓക്കെ, അഗ്രീയിങ് ടു അക്സെപ്റ്റ് ലെസ് ദാൻ വാട്ട് ഈസ് ഡ്യൂ. എന്താണോ ഡ്യൂ ആയിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട്
കിട്ടുകയാണെങ്കിലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതിന് റെമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 4ാമത്തെ മെയിൻ ചാപ്റ്റർ ആയിട്ടുള്ള കൺസിഡറേഷനിൽ പറയാനുള്ളത്. ഇവിടുന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, കൺസിഡറേഷൻ എന്താണെന്നുള്ളത്. 2, ഒരു കൺസിഡറേഷൻ വാലിഡ് ആവാനുള്ള റൂൾ എന്താണെന്നുള്ളത്. 3ാമത്തെ കേസ് 7 പോയിന്റ് പറയുന്നുണ്ട്. 3ാമത്തെ കേസിൽ വാട്ട് ഇസ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ കോൺട്രാക്ട് ചോദിക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തത് എക്സെപ്ഷൻസ്. ഇങ്ങനെ പറയുന്ന റൂളിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അതിനെയാണ് അതും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഇത്രയാണ് കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്